മഹേഷ് എന്ന പേരിനുടമയായ ഒരു വ്യക്തി തൻ്റെ പേര് മാറ്റി അശാന്തൻ എന്നാക്കുന്നു. അതിവിചിത്രമായി തോന്നുന്ന ഒരു കഥ അല്ലേ? എന്നാൽ ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. ഇതൊരു കലാകാരൻ്റെ ജീവിതമാണ്. നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നത് അശാന്തം എന്ന പേരിലുള്ള വിസ്മയ കാഴ്ചയാണ്. ലോകം മുഴുവൻ അസമത്വവും അശാന്തിയും നിലനിൽക്കുമ്പോൾ തൻ്റെ പേര് അശാന്തൻ എന്നാവണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായി. കുടുംബാംഗങ്ങൾ വരെ എതിർത്തപ്പോഴും അദ്ദേഹം ആ പേര് സ്വയം സ്വീകരിച്ചു. യഥാർത്ഥ പേര് മഹേഷ് എന്നാണ്. അശാന്തൻ എന്ന തൂലികാനാമത്തിലാണ് പുള്ളിക്കാരൻ പടമകൾ വരയ്ക്കുകയും അത് ലോകത്തിൽ അശാന്ത സമത്വം ഇല്ലായ്മ എന്നുള്ളൊരിത് ഉണ്ട്. അത് അശാന്തികരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അത് നിലനിൽക്കുന്നതോടെ ശാന്തിയില്ലായ്മയും മറ്റുള്ള ആളുകളിൽ ഒരു സമത്വമില്ലായ്മയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം അശാന്തൻ എന്നുള്ളത് തൂലികാനാമത്തിൽ നിലനിൽക്കും. അത് ആണ് അശാന്തൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് തൻ്റെ രചനകളിൽ പിറന്നത് മുഴുവൻ ശാന്തിയും സമാധാനവുമില്ലാത്ത അസമത്വം നിറഞ്ഞ നമ്മുടെ നാടിൻ്റെ ഭീകരതയും അത്യധികം വേദനിപ്പിക്കുന്ന കാഴ്ചകളുമായിരുന്നു. അശാന്തൻ പോണേക്കരയിൽ കുട്ടപ്പൻ്റെയും കുറുമ്പേരും മകനായിട്ടാണ്. വളരെ താഴ്ന്ന ഒരു ഇതിൻ്റെ അവസ്ഥയിൽ നിന്നാണ് വന്നത്. നന്നേ ചെറുപ്പത്തിൽ നിന്ന് അച്ഛൻ മരിച്ചു പോവുകയും അമ്മയുടെ സംരക്ഷണത്തിൽ ഇതാകുകയും 20-ാമത്തെ വയസ്സോടുകൂടിയൊക്കെ ചിത്രകലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ വന്ന് പല ഇതിലും സഞ്ചരിക്കുക. അശാന്തൻ ശരിക്കും ഒരു പൂർണ്ണ കലാകാരനാണ്. ചിത്രകലയിലും മാത്രമല്ല, അല്ലാതെ കലാപരമായിട്ടും എല്ലാ ഇതിലും കവിതയിലും ശില്പത്തിലും നാടൻ പാട്ടുകളിലും ഫോക്ക് എല്ലാ ഇതിനെക്കുറിച്ചും അശാന്തന് നല്ലൊരു പ്രാവീണ്യവും കഴിവുള്ളൊരു ചിത്രകാരനാണ്. കുട്ടപ്പൻ്റെയും കുറുമ്പയുടെയും മകനായി തീർത്തും സാധാരണ കുടുംബത്തിൽ ജനിച്ച മഹേഷ് അയാളുടെ ജീവിതം മുഴുവനും അശാന്തി നിറഞ്ഞതായിരുന്നു. എന്നും അസ്വസ്ഥതകളായിരുന്നു ആ മനസ്സിൽ നിറയെ. അച്ചടക്കമില്ലാത്ത ജീവിതവും ഉറക്കം വരാത്ത രാത്രികളും മഹേഷ് എന്ന ചെറുപ്പക്കാരൻ സുഹൃത്തുക്കൾക്ക് വരെ ഒരു നൊമ്പരമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അശാന്തൻ വളരെ ക്രിയാത്മകമായിട്ട് ചിത്രകലയുടെ ലോകത്തിൽ ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒട്ടേറെ സമകാലികരായിട്ടുള്ള ചിത്രകാരന്മാർ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അശാന്തനോടൊപ്പം ഏതാണ്ട് 4ഓളം എക്സിബിഷനിൽ പങ്കെടുക്കുവാനുള്ള ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ആ എക്സിബിഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു നല്ല അവസരമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. പിന്നീട് തൻ്റെ രചനകൾ മുഴുവൻ, തൻ്റെ ബ്രഷുകൾ ചലിച്ചത് മുഴുവൻ ലോകത്തെ ഈ കാഴ്ചകൾ ജനമധ്യത്തിലെത്തിക്കുവാനായിരുന്നു. അശാന്തന് ചിത്രകലകൾക്ക് അപ്പുറം മനുഷ്യബന്ധങ്ങളായിരുന്നു ഏറ്റവും ഇതിൽ. എല്ലാ തലത്തിലുള്ള ആളുകളായിട്ടും അവരുടേതായ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇടപഴകാനുള്ള ഒരു പ്രത്യേക കഴിവ് അശാന്തനുണ്ടായിരുന്നു. എല്ലാ തലത്തിലുള്ള ആളുകളോടും അവരുടെ പ്രത്യേകതകൾ എന്താണോ അത് ആ രീതിക്കാണ് അശാന്തൻ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാളായിട്ടുള്ള രീതിയിലല്ലായിരുന്നു അശാന്തൻ്റെ ഇടപെടലുകൾ. അശാന്തന് നന്നേ ചെറുതിലുള്ള ജീവിതാനുഭവങ്ങൾ കൊണ്ട് കിട്ടിയിരിക്കുന്ന അശാന്തൻ സ്വയം ആർജിച്ചിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. അത് ചിത്രകല അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. അശാന്തന് ചിത്രകലയെ കുറിച്ചാണെങ്കിൽ പോലും ഒരു ആധികാരികമായിട്ട് കേരളത്തിൽ നിന്നും അതിൻ്റെ പുറത്തു നിന്നും വേൾഡ് ലെവലിലുള്ള ചിത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ വർക്കുകളെക്കുറിച്ചും ആരൊക്കെയാണ് ഏതൊക്കെ ആർട്ട് ഗാലറികളിൽ അവർ ലോകപ്രശസ്തമായ ചിത്രങ്ങൾ തുടങ്ങി എന്തും ആധികാരികമായിട്ട് അവസാന വാക്കെന്ന നിലയിൽ അശാന്തന് പറയാനും അതിനകത്തുള്ള കഴിവും അതിനകത്തുള്ള അറിവും അശാന്തന് ഉണ്ടായിരുന്നു. അത് മറ്റുള്ള ചിത്രകാരന്മാരിൽ നിന്നും വേറിട്ട അശാന്തന് മാറ്റി നിർത്തിയിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ശാന്തി ഒരിക്കലും ആ മനസ്സിൽ ഉണ്ടായിട്ടില്ല. ജീവിതത്തെ എന്നും ചില കാഴ്ചപ്പാടുകളോടെ നോക്കിക്കണ്ടിരുന്ന അശാന്തന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്നും വേദന നിറഞ്ഞതായി. എന്നുവെച്ചാൽ മറ്റ് ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരയ്ക്കുകയും അവരുടേതായ ചിത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയും
ചെയ്ത്. അശാന്ത് അങ്ങനെയല്ല, മറ്റുള്ളവരുടെ ചിത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും ലോകതലത്തിൽ നിലവാരത്തിലുള്ള മാസ്റ്റേഴ്സിൻ്റെ പെയിൻറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതിൽ ഒരു എന്ത് വിഷയങ്ങളെക്കുറിച്ചും അവസാനമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അശാന്തനുണ്ടായി. 20ാമത്തെ വയസ്സിലാണ് സജീവമായി ചിത്രരചനയിലേക്ക് അശാന്തൻ കടക്കുന്നത്. കവിതകളിലൂടെയും ശില്പങ്ങളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും ഒക്കെ അദ്ദേഹം ലോകത്ത് നടക്കുന്ന ആക്രമണങ്ങളും അസമത്വവും അശാന്തിയുമൊക്കെ വേദനയിൽ ചാലിച്ച് അവതരിപ്പിച്ചു. നാടകരംഗത്തും മറ്റു കലാമേഖലകളിലും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ചെറുപ്പകാലത്ത് വളരെ തീക്ഷ്ണമായ രീതിയിൽ ഇടപെടുകയും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും നിർവചിക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയുവാൻ തക്ക ഒരു ആർജവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ജീവിത പശ്ചാത്തലം, ആദ്യത്തെ അനുഭവങ്ങളെല്ലാം വളരെ തിക്തമായിരുന്നെങ്കിൽ പോലും കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പലപ്പോഴും അദ്ദേഹം നിലകൊള്ളുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ കല കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും വളരെ കൃത്യമായൊരു മറുപടി തന്നെ പറയും. ഒരു കലാകാരൻ ഒരു കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആ കലയ്ക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായി നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പലപ്പോഴും ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ കല ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പക്ഷം ഉണ്ടാകണം. അത് ആരുടെ പക്ഷമാണ്? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവരും ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അവരുടെ കൂടി ഒരു മോചനത്തെ ലക്ഷ്യമാക്കി വേണം നമ്മൾ ചിത്രങ്ങൾ ചെയ്യാൻ എന്ന് പലപ്പോഴും അശാന്തൻ ഞങ്ങളോട് ഉപദേശിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായി. അശാന്തൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും ഞെട്ടലോടും അതിലേറെ അമ്പരപ്പോടും കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. അതിയായ വായനാശീലമുള്ള അശാന്തൻ ഒട്ടുമിക്ക ലൈബ്രറികളിലെയും ബുക്കുകൾ വായിച്ച് തീർത്തിയത്. അശാന്തൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വായനയിൽ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വളരെ ചെറുതായിരുന്നു. അച്ഛനും അമ്മയും കൃഷിപ്പണിക്കാരൊക്കെ ആയിരുന്നതുകൊണ്ട് അത്ര സാമ്പത്തികമായ ഒരു നിലയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വീട്ടിൽ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചെറിയ അന്ന് വായിക്കാൻ കിട്ടുന്ന പ്രസിദ്ധീകരണങ്ങൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും ഒക്കെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പുസ്തകങ്ങൾ ആ വീട്ടിലെ കുട്ടികൾ വായിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ജനലിൽ വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ആ ജനലിൽ വെക്കുമ്പോൾ അശാന്തൻ അവർ ജനലിൽ വെക്കുന്ന സമയം നോക്കി പുറത്തു നിന്നിട്ട് ആ ചിത്രം എടുത്തിട്ട് അവരെ തിണ്ണയിലിരുന്ന് അത് വായിച്ച് നോക്കും. എന്നിട്ട് അവർ വരുമ്പോൾ തിരിച്ച് അത് അവിടെ തന്നെ വെക്കും. അപ്പോൾ ഒരു അറിവിനോടും വിജ്ഞാനത്തോടും ഉണ്ടായിരുന്ന ഒരു ദാഹം നമുക്ക് ആ കുട്ടിയിൽ ദർശിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും വീണ്ടും അറിവ് നേടുക എന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം യാത്രകളിലൂടെ അത് ഏറെ നേടിയെടുത്തു. പിന്നീട് അത് ബ്രഷുകളിലൂടെ പല പ്രതലങ്ങളിലെ പ്രകൃതിയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ചിത്രകലയെക്കുറിച്ചാണെങ്കിലും ശില്പകലയെക്കുറിച്ചാണെങ്കിലും മറ്റേതെങ്കിലും ഒരു നാട്ടറിവുകളെക്കുറിച്ചാണെങ്കിലും നാടൻ പാട്ടുകളെക്കുറിച്ചാണെങ്കിലും ഏത് വിഷയമായിക്കോട്ടെ, ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും നമ്മളെന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ മറുപടി പറയാൻ തക്ക ഒരു ജ്ഞാനം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിട്ട് അശാന്തനെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവാണ്, അല്ലാതെ ആരും പറഞ്ഞു കേട്ട ഒരു അറിവല്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സംവാദത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അശാന്തൻ്റെ ആ വൈജ്ഞാനികമായിട്ടുള്ള ആ ധാര ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യ സ്വായത്തമാക്കാൻ വേണ്ടി അഗാധമായി പരിശ്രമിക്കുകയും വളരെ തിക്തമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ആ ഇടപ്പള്ളി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ആ നാട്ടിലുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ളത്. പ്രിയപ്പെട്ട മഹേഷ് ചെറുപ്പകാലം മുതൽ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തുവാനായി ആരെയെങ്കിലുമൊക്കെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ചെറുപ്പം മുതൽ മഹേഷിനെ വളരെ അടുത്തറിയുന്ന സുന്ദരി എന്നു പേരുള്ള സുന്ദരി ടീച്ചറായിരുന്നു മഹേഷിന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചത്. ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് സഹകരണ ബാങ്കിലെ കുറച്ച് ജോലിക്കാർ ചേർന്ന് ചിത്രരചന നിർവഹിക്കുന്നു.
അത് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഒരു ഹാള് തിരഞ്ഞെടുക്കുന്നു. അവിടെ അതാ ഒരുപാട് കാഴ്ചക്കാർ അത് സ്വന്തമാക്കുവാനും അത് കാണുവാനുമായി ഓടിയെത്തി. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവയിലെ പല രചനകളും. ഈ രചനകളിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ശാന്തിയില്ലായ്മയും അസമത്വവുമൊക്കെ തെളിയുന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റ് സാമൂഹിക വിഷയങ്ങളും കൊളോണിയൽ കാലഘട്ടത്തിലെ നഗരവൽക്കരണവും ഈ രചനകളിൽ വ്യക്തമാകുന്നു. അശാന്തന്റെ രചനകൾ നെഞ്ചിലേറ്റ് ആ ഓർമ്മകളിലൂടെ തൻ്റെ ബ്രഷിൽ വിരിഞ്ഞ ഈ ചിത്രങ്ങളെക്കുറിച്ച് കലാകാരൻ പറയും. ഇവിടുത്തെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സിന്ധു ദിവാകരൻ്റെ അവാർഡ് നേടിയ ഒരു ചിത്രം ആയിരിക്കുന്നത്. അത് ശരിക്കും ഇന്ത്യൻ തൊഴിലാളികൾ നേടുന്ന വിഷയങ്ങളെക്കുറിച്ചാണ്, പ്രശ്നങ്ങളെക്കുറിച്ചാണ് സിന്ധു ദിവാകരൻ അതിനകത്ത് പ്രതിപാദിച്ചത്. ഇത് അക്രിലിക്കിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണത്. ഇപ്പോൾ ഇത് സാധാരണ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് അക്രിലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഡ്രൈ ആയി പോകുന്നൊരു സ്ഥിതിയാണ് അതിനുള്ളത്. അപ്പോൾ ആ ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ടൂൾ ഉപയോഗിച്ച് ഇതിനകത്ത് മറ്റു ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിക്കാതെ ബ്രഷിന് കളർ ഇട്ടതിന് ശേഷം വേറൊരു ടൂൾ ഉപയോഗിച്ച് അതിൽ നിന്ന് രൂപങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ രീതി. ആ രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ചന്ദ്രബാബു മാഷിൻ്റെയാണ്. അദ്ദേഹം ഒരു സ്കൂളിലെ ചിത്രകല അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ടീച്ചാർട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മുഖ്യ കാര്യദർശിയും എല്ലാ രീതിയിലും ആ സംഘടനയെ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രീതി ആ ഒരു ശൈലിയിലുള്ള രചനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രകൃതിയും മനുഷ്യനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. കലാരംഗത്ത് ഒട്ടേറെ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രബാബു മാഷ്. സമകാലികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് തന്നെയാണ് അശാന്തൻ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അത് കണ്ടൽ വനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മറ്റ് അദ്ദേഹം നിലകൊള്ളുന്ന ആ ഒരു വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളുണ്ട്. പ്രകൃതിയെക്കുറിച്ചുള്ള ചിത്രങ്ങളുണ്ട്. മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു പുസ്തകം തന്നെ ഈ എടുത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ അറിവുകൾ, നാടൻ കലകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകൾ, പഴയ നമ്മളെല്ലാം കണ്ടുമറന്ന പാടങ്ങളിലും തോടുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ആ പഴയ ചെറുമീനുകളെയും അവിടുത്തെ ചെറു തൈകളെയും ചെറു ചെടികളെയും അതിൻ്റെയൊക്കെയുള്ള ഒരു നമ്മളതിൻ്റെ ഒരു മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പച്ചമരുന്നുകളെ കുറിച്ചുള്ള അറിവുകൾ, അങ്ങനെ അത്ര ഒരു പ്രായം ചെന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പല അപൂർവമായിട്ട് കാണുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഈ പച്ചമരുന്നുകളെ കുറിച്ച് വളരെ അഗാധമായിട്ട് അറിവുള്ള ആളുകൾ. അപ്പം അത്തരം ഒരു ആളുകളുടെ എല്ലാം ഒരു അറിവിൻ്റെ ഒരു ചെറിയൊരു ഇത് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ആ പ്രായത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അതെല്ലാം സ്വയത്താക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയായിരുന്നു അശാന്തൻ്റെ വിശേഷം. അശാന്തൻ എന്ന കലാകാരന് ലഭിക്കാതിരുന്ന അംഗീകാരങ്ങളും കലാകാരൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാതിരുന്ന ചില അവസ്ഥകളെയുമൊക്കെ വേദനയോടുകൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓർത്ത് അത് രചിച്ച് ഇവിടെ ഇതാ ജനങ്ങൾക്ക് മുൻപിൽ അവർക്ക് കാണുവാനായി ആസ്വദിക്കുവാനായി ഇവിടെ ഒരു അവസരമൊരുക്കിയിരിക്കുകയാണ്. പ്രകൃതിയെയും മനുഷ്യനെയും ഏറെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അശാന്തൻ എന്ന ചിത്രകാരൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾ പുതുവിസ്മയങ്ങൾ തേടി യാത്രയായി.